ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നൊരു മൺഡേ വ്ളോഗാണ് കേട്ടോ. എനിക്ക് രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേൽക്കേണ്ടി വന്നു. കാരണം നമ്മളെ വീട്ടിൽ കുറച്ച് മെയിൻ്റനൻസ് വർക്ക് നടക്കുക കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റായിട്ട് ഇപ്പോൾ ഏകദേശം 2 വർഷമായി. അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് കാറ് കയറാനുള്ള ആ ഒരു സ്പേസ് കുറവായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എനിക്ക് ഗേറ്റൊക്കെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പെയിൻറ്റിങ്ങും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 പണിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. രാവിലെ അതിൻ്റെ പുറകിലുള്ള ഓട്ടമായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഡിലേ ആയിപ്പോയി. പിന്നെ എന്താണെന്നറിയില്ല, ഞാൻ പെട്ടെന്ന് തന്നെ മാവുണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് ദോശയും പിന്നെ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചപ്പോൾ വിനീതേട്ടൻ വെളിയിൽ പോയിട്ട് പെട്ടെന്ന് രസവട വാങ്ങിക്കൊണ്ട് വന്നു. ഇന്ന് വിനീതേട്ടൻ ലീവ് എടുത്താട്ടോ, പോയില്ല. അതുകൊണ്ട് എനിക്ക് കുറച്ച് ഹെൽപ്ഫുള്ളായിരുന്നു. ഇന്ന് മഴ പെയ്യില്ലേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. കാരണം 2 ദിവസം മഴ അടുപ്പിച്ച് പെയ്തതുകൊണ്ട് തന്നെ കുറേയേറെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പണി നടക്കുന്നതുകൊണ്ട് മഴ കുറച്ച് ബുദ്ധിമുട്ടാകും എന്നുള്ളൊരു ടെൻഷനായിരുന്നു. കാരണം നമ്മുടെ 2-3 ദിവസം കൊണ്ട് തീർക്കേണ്ട പണി ഇന്നിപ്പോൾ 4 ദിവസമായി കേട്ടോ. അതുകൊണ്ട് നാളെ കൊണ്ട് തീരും എന്നാണ് ഒരു വിശ്വാസം. എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെളിയിൽ പോയിട്ട് നോക്കും മഴ പെയ്യാൻ ചാൻസ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കുറച്ച് ഒതുക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ ഉടനെ കിച്ചണിൽ കയറിയിട്ട് ലഞ്ച് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാനിങ്ങനെ ഫുഡ് ചാർട്ടൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഈ സമയത്ത് കഴിക്കേണ്ട പ്രോട്ടീൻ അടങ്ങിയ ലഞ്ചിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡോക്ടർ പറഞ്ഞത് നമ്മുടെ റെഡ് കളറിലുള്ള ചീരയായിരുന്നു. റെഡ് കളറോ അല്ലെങ്കിൽ ഗ്രീൻ കളറുള്ള ചീര കഴിക്കുന്നത് കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് എന്നോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ 2-3 സ്കാനിങ് അടുപ്പിച്ചപ്പോഴും ഡോക്ടർ ഇത് തന്നെ കേട്ടോ പറഞ്ഞത്, ചീര കഴിക്കുന്നത് നല്ലതാണ്, കഴിക്കണം എന്നൊക്കെ. അപ്പോൾ ഇന്ന് വിനീതൻ്റെ വെളിയിൽ പോയിട്ട് വന്നപ്പോൾ കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീര കിട്ടിയതുകൊണ്ട് ഞാൻ അതിനെല്ലാം നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. കുറച്ച് നാളത്തേക്കൊന്ന് മാറ്റി വെച്ചു. കാരണം ഇനിയിപ്പോൾ രാവിലെ നാളെ ഇതേപോലെ പോകുമ്പോൾ കിട്ടിയില്ലെങ്കിലും അതുകൊണ്ട് ഞാൻ കുറച്ച് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അല്ലാതെ തന്നെ 2-3 തവണ വെയിറ്റ് ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് 2-3 കിലോ ഒരുമിച്ച് കൂടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഫുഡൊന്ന് ശ്രദ്ധിക്കണം. കാരണം മധുരം അടങ്ങിയത് ഓവർ കഴിച്ചാലും നമ്മുടെ ഓവർ വെയിറ്റ് വരും. അല്ലാതെ പ്രോട്ടീൻ അടങ്ങിയത് മാത്രമാണോ കഴിക്കുന്നത് എന്ന് നോക്കണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഇപ്പം ഞാൻ ഫുഡ് കഴിക്കുമ്പം നോക്കിയൊക്കെയാണ് കഴിക്കുന്നത്. ഓവർ മധുരമുള്ളതൊക്കെ ഇപ്പം ഞാൻ 1 മാസമായതേ ഉള്ളൂ, അത് ഒഴിവാക്കിക്കൊണ്ട് വരാം കേട്ടോ. അല്ലാതെ തന്നെ നമ്മൾ മീൻ കഴിക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞു. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ തന്നെ കഴിക്കണമെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ വിനീതേട്ടൻ മീൻ വാങ്ങാൻ പോകുമ്പോഴും അത് നോക്കി ഫ്രഷ് ആണോ എന്നൊക്കെ നോക്കിയൊക്കെ വാങ്ങിച്ചു തരുന്നത്. ഏട്ടൻ ഇന്ന് ലീവ് എടുത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു സാമ്പാറും അവിയലും കൂടെയൊക്കെ വെച്ച് നമുക്കൊന്ന് ഉച്ചയൂണ് കഴിക്കാമെന്ന്. കാരണം രാവിലെ ചോറ് കൊടുത്തു വിടുമ്പോൾ എനിക്ക് ഒന്നെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ സാമ്പാർ കഴിക്കാൻ പറ്റും. പക്ഷെ അവിയൽ മാത്രം എനിക്ക് പെട്ടെന്ന് വെച്ച് അങ്ങനെ റെഡിയാക്കി എടുക്കാൻ അറിയത്തില്ല കേട്ടോ. അതിന് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ഇങ്ങനത്തെ അവധി ദിവസങ്ങൾ വരുമ്പോൾ മാത്രമേ ഞാൻ ലഞ്ചിൻ്റെ കൂടെ അവിയൽ വയ്ക്കത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് എന്തായാലും ഇത്തിരി സമയമുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ മീൻ കറിയും മീൻ ഫ്രൈയും സാമ്പാറും അവിയലും കീരത്തോരനും അച്ചാറൊക്കെ വെച്ച് കുറച്ച് സമാധാനത്തിൽ ലഞ്ച് കഴിക്കാമെന്ന്. അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ നിന്ന് ഇത്തിരി കുക്കറിലല്ല വെച്ചതല്ലാതെ
വെക്കാമെന്ന് വിചാരിച്ചു. ഏട്ടൻ രാവിലെ പോകുമ്പോൾ ഞാൻ പെട്ടെന്ന് കുക്കറിൽ വെച്ചാട്ടോ ആ ഒരു എളുപ്പപ്പണി ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിച്ചു ഇത്തിരി സമയമുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് സമാധാനത്തിൽ ചോറ് വയ്ക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ചോറും റെഡിയായി. അതിനോടൊപ്പം തന്നെ മീൻകറിയിൽ നമ്മുടെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അതും റെഡിയാക്കി എടുക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മുടെ കീരത്തോരനും ഒന്ന് റെഡിയാക്കി കഴിഞ്ഞ് ഫ്രൈയും കൂടെ ചെയ്താൽ നമ്മുടെ ലഞ്ച് ഇതാ റെഡിയായി. സാമ്പാർ അവിയലേ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചു കേട്ടോ. നമ്മുടെ 2 ബർണർ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ഒരു ബർണർ എന്തോ കംപ്ലൈൻറ്റ് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ പണി എളുപ്പമാവുമായിരുന്നു. അപ്പോൾ ഫ്രൈയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലഞ്ച് ഇതാ തയ്യാറായി. ഇതേപോലെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ അവധി എടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അവധി ദിവസമൊക്കെ വരുമ്പോഴാട്ടോ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്നത്. ആദ്യമൊക്കെ ഏട്ടൻ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ 2 ദിവസം പുറത്തുനിന്ന് ഫുഡ് കഴിച്ചായിരുന്നു. പക്ഷേ എനിക്ക് എന്തോ ഒരുമാതിരി ആയിരുന്നു. അതുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്തു എന്തായാലും കുഴപ്പമില്ല, കുറച്ച് നേരത്തെ എഴുന്നേറ്റ് നമ്മൾ ലഞ്ചൊക്കെ ഒന്ന് തയ്യാറാക്കി കഴിഞ്ഞാൽ എനിക്കും അത് എളുപ്പവും ഏട്ടനും അത് കൊടുത്തു വിടുന്നതിൽ സന്തോഷമല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനിയിപ്പോൾ കുറച്ചൊക്കെ നേരത്തെ എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്തേ പറ്റൂ, കാരണം സ്കൂളും കൂടെ തുറക്കാറായതുകൊണ്ടേ അല്ലെങ്കിൽ മടി പിടിക്കും. അങ്ങനെ നമ്മുടെ ലഞ്ച് ഇതാ തയ്യാറായി കഴിഞ്ഞു. ഫുഡെല്ലാം കഴിഞ്ഞ് ഒന്ന് ഫ്രഷപ്പൊക്കെ ആയി വന്നതിന് ശേഷം മോളിൻ്റെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം മോൾക്ക് ട്യൂഷനുണ്ട്, സ്കൂൾ തുറക്കാറായില്ലേ. എന്നാലും ഞാൻ ഇത്തവണ വെക്കേഷന് നമുക്ക് ഒരിടവും പോകാനൊന്നും പറ്റാത്തത് കൊണ്ട് ബോറടിപ്പിക്കേണ്ടെന്ന് കരുതി ഞാൻ ട്യൂഷൻ മാത്രം വേണ്ടെന്ന് പറഞ്ഞില്ല കേട്ടോ. കാരണം ട്യൂഷനും കൂടെ ഇല്ലെങ്കിൽ അവൾ ബോറടിക്കും. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ആക്റ്റീവായിട്ട് ഇരിക്കുമല്ലോ. അപ്പോൾ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള കുറേയേറെ മെസ്സേജ് ഇങ്ങനെ ഫോണിൽ വരുന്നുകൊണ്ടിരിക്കട്ടെ. സ്കൂൾ തുറക്കാറായില്ല, അപ്പോൾ ഇവർക്ക് പ്രോജക്ട്സൊക്കെ ഉണ്ട്, കുറേയേറെ ചെയ്യാനുണ്ട്. ബുക്സ് എല്ലാം പൊതിയണം. പിന്നെ അതൊക്കെ ഞാൻ ഏട്ടനും കൂടെ പ്ലാൻ ചെയ്തിരിക്കട്ടെ എപ്പോൾ തുടങ്ങും എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ ഈവനിങ് ആയപ്പോൾ ഒരു ചായയെല്ലാം കുടിച്ചിട്ട് ഒന്ന് ആക്റ്റീവായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. ഈവനിങ് ആയപ്പോൾ നമ്മുടെ പണിയെല്ലാം ചെയ്ത് തീർന്നു. കുഞ്ഞൂസും ട്യൂഷൻ ക്ലാസ്സിൽ കയറി. അപ്പോൾ വിനീതേട്ടൻ പുറത്തോട്ട് വന്നപ്പോൾ കുറച്ച് കരിക്ക് കിട്ടി കേട്ടോ. അതുകൊണ്ട് കരിക്കിൻ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഡെയിലി ഒരു നേരം കരിക്കിൻ വെള്ളം ഞാൻ മസ്റ്റാക്കി. ഞാൻ ഓറഞ്ച് നോക്കി കേട്ടോ. ഓറഞ്ച് കിട്ടാത്തതുകൊണ്ടായിട്ട് ഇപ്പോൾ ആപ്പിളാണ്. കാരണം ഇപ്പം മാങ്ങയുടെ സീസണാണല്ലോ, അതിൻ്റെ കൂടെ ആപ്പിളും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈവനിങ് ടൈം ആയപ്പോൾ കുഞ്ഞൂസ് വിളക്ക് കത്തിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. എനിക്ക് കത്തിക്കാൻ പറ്റാത്തത് കൊണ്ട് ആ ഡ്യൂട്ടി ഇപ്പോൾ കുഞ്ഞൂസാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ചെന്നൈയിൽ നിന്ന് കൊണ്ടുവന്ന ചെമ്പരത്തി കേട്ടോ. പക്ഷേ പിങ്ക് കളറായിരുന്നു. ഇവിടുത്തെ ക്ലൈമറ്റിൽ രക്ഷപ്പെട്ടു, എങ്ങനെയോ മഴയൊക്കെ അല്ലേ. പക്ഷേ കളറ് മാത്രം ഇത്തിരി ചേഞ്ച് ആയിട്ടോ. പിങ്കിൽ നിന്നത് റെഡായി. 6:30 ആവാൻ വേണ്ടിയിട്ട് ആൾ നോക്കിയിരിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. കാരണം കറക്റ്റ് 6:30 ആകുമ്പോൾ തന്നെ ആൾ വെളിയിൽ വന്ന് ഈ പൂജ ടൈം ആകുമ്പോഴേ കുറച്ച് നേരം ഒന്ന് വെളിയിലിറങ്ങി നിന്ന് അത്രയും സമയം പോയി കഴിഞ്ഞാൽ അത്രയും നല്ലതാണല്ലോ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.